എന്തൊരു മഴയാ പുറത്ത്, എനിക്ക് വയ്യ. വീട്ടിലെത്തിയപ്പോഴാണ് എനിക്കൊരു സമാധാനം വന്നത്. ഞാൻ എൻ്റെ മോളെ സ്കൂളിലാക്കാൻ വേണ്ടി പോയതാണേ. കൊറേ തുണി കഴുകി പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നറിയോ? തൊട്ടപ്പുറത്തെ ആ ലീലയുടെ വീട്ടിൽ കുറേ തുണി നനച്ചിട്ടിട്ടുണ്ടായിരുന്നു. അത് അവള് പണിക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്കിന് അത് മുഴുവനും കുരങ്ങ് വലിച്ചും കൊണ്ടുപോയി. കൊണ്ടുപോയത് കൊണ്ടുപോയിക്കോട്ടെ, അവിടെ കെട്ടിയവനും കുട്ടികൾക്കും കഴിക്കാൻ വെച്ച ചോറ് ഈ കുരങ്ങ് വാരി തിന്നും ചെയ്തു. അതിന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും കൊണ്ടുപോവും ചെയ്തു. പിന്നെ എങ്ങനെ പഠിക്കാം? ഞാൻ കുറെ തുണി ഇട്ടിട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം ഉണ്ടായി. അവളുടെ വീടിന്റെ ആ മരത്തിന്റെ കൊമ്പയിലെ ഈ കുരങ്ങും വേറൊരു പെൺകുരങ്ങും കൂടെ വന്നിരിക്കുന്ന അവള് കണ്ടു. ഭയങ്കര ഏഷണിക്കാരിയാ. അയൽക്കൂട്ടത്തിൽ പോയിട്ട് ഈ കുരങ്ങളെ വെച്ചിട്ട് എന്തൊക്കെയോ വേണ്ടാത്ത വർത്താനം പറഞ്ഞു. ഇപ്പൊ എന്താണെന്നറിയോ? നാണം കെട്ടിയിട്ട് ആ കുരങ്ങ് അവളുടെ വീട്ടിൽ പോണില്ല. പക്ഷെ എന്റെ വീട്ടിൽ വരിക. ഞാൻ അതിവിടെ വന്ന് പറഞ്ഞ ആ കുരങ്ങ് കേട്ട എന്റെ വീട്ടിലും വന്നില്ലെങ്കിലോ? എങ്ങനെയുണ്ട് ബുദ്ധി? എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് രമണി. ഞാനേ ഒരു വനവാസത്തെ കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ നിങ്ങളെന്താ ആലോചിക്കണേ? രാമായണത്തിലെ ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെ ഒക്കെ കഥയാണെന്നല്ലേ? അതൊന്നല്ല, ഒന്ന് കേട്ടു നോക്ക്. എന്റെ വീടേ ഫോറസ്റ്റിന്റെ അരികിലാ. സ്വന്തം വീട് വയനാട്ടിലാണ്. കല്യാണം കഴിച്ചു വിട്ടിരിക്കുന്നത് കാഞ്ഞിരപ്പുഴ ഇരുമ്പോച്ചോല എന്ന് പറയുന്ന മലയില്. സാധാരണ കാട്ടുമൃഗങ്ങള് നാട്ടിലിറങ്ങി എന്താ ചെയ്യാ? അതിനെ പിടിച്ച് വീണ്ടും കാട്ടിലേക്ക് വിടും. എന്ന് പറഞ്ഞ മാതിരി ഈ കാട്ടിൽ കിടന്ന് എന്നെ എടുത്ത് കാട്ടിലേക്ക് വിട്ടു. അതുകൊണ്ട് ഇപ്പൊ എന്താ ഉണ്ടായെന്നറിയോ? ബന്ധുക്കാര് സ്വന്തക്കാരും ഒന്നും അധികം വിരുന്ന് വരാറില്ല. ഇനി ബൈ ചാൻസിൽ ആരെങ്കിലും വന്നാലോ രാത്രി തങ്ങാറുമില്ല. പിന്നെ ആകെ വരുന്നതെന്ന് പറയണത് കാട്ടുമൃഗങ്ങളാ. അവരെ വിളിക്കൊന്നും വേണ്ട. എന്നാ കാട്ടാനെയാണ് വരുന്നതെങ്കിലുണ്ടല്ലോ, എന്താന്നറിയില്ല, എന്നോടുള്ള ആത്മാർത്ഥത കൊണ്ടാണോ സ്നേഹ കൂടുതലുണ്ടാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ വീടിന് ബലമുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടേ ഈ കതകയിലും ചുമരിലും ഒക്കെ കുത്തിയിട്ടും ചവിട്ടിയിട്ടും ഒക്കെ നോക്കും. പിന്നെ ഞാൻ പ്ലാവിലെ ചക്കയൊക്കെ മൂക്കാനിട്ടിട്ടുണ്ട് പഴിപ്പിക്കാൻ വേണ്ടി. അതൊക്കെ പറിച്ച് തിന്നും. എന്നിട്ട് മുറ്റത്തുള്ള തെങ്ങും വാഴ ഇതെല്ലാം ചവിട്ടി നിരത്തി എന്നെ കണ്ട് ക്ഷേമം അന്വേഷിച്ചിട്ടേ പോവുള്ളൂ. പക്ഷേ കടുവയോ പുലിയോ കയറി വരുന്നെങ്കിലേ അവര് വരുന്നത് എന്റെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെട്ടോന്ന് നോക്കാനാ. നേരെ തൊഴുത്തിലേക്കാ പോവുക. പശു, ആട്, പോത്ത്, എരുമ ഇതൊക്കെ ഉണ്ടോന്ന് നോക്കും. ഇതൊന്നും ഇല്ലെങ്കിലേ വീട് കാക്കാൻ ഒരു ചെറിയ പട്ടിയെങ്കിലും ഉണ്ടോന്ന് നോക്കും. നമ്മൾ നേരെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മളെ കിടത്തിയേ പോവുള്ളൂ. ഞങ്ങളുടെ ഏരിയ മനുഷ്യരെക്കാട്ടി കൂടുതൽ കാട്ടുമൃഗങ്ങളാവുക കാരണേ ഈ കഴിഞ്ഞ ഇലക്ഷന് ഏത് മൃഗത്തിന്റെ പേര് നോമിനേഷൻ കൊടുക്കണമെന്നൊരു ചർച്ച അവിടെ നടത്തിയിരുന്നു. പക്ഷെ എന്താണെന്നറിയോ? ഇവർക്കൊക്കെയുള്ള വോട്ടർ ഐ ഡി കാർഡ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കണം. പിന്നെ സങ്കടം എന്താന്ന് വെച്ചാൽ ഞാൻ BLO ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെയൊക്കെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഓരോ മൃഗത്തിന്റെ അടുത്ത് ഞാൻ പോണം. കാരണം വിവരങ്ങൾ വിളിച്ചു ചോദിക്കാൻ അവരുടെ മൊബൈൽ നമ്പർ ഇല്ലല്ലോ. ആ ഒരൊറ്റ കാരണം കൊണ്ടാ മനുഷ്യർക്ക് ഇക്കുറി അവിടെ അവസരം കിട്ടിയത്. ഈ BLO എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയില്ലേ? ഈ ഇലക്ഷൻ കമ്മീഷന്റെ ID കാർഡിന്റെ വെരിഫിക്കേഷനും അതിന്റെ കറക്ഷനും. ഇപ്പൊ ഈയിടെ ISIRോട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ പേപ്പർ BLO അറിയില്ലെങ്കിൽ പിന്നെ എന്ത് മനുഷ്യരെ? അല്ല മക്കളെ, ഓണമല്ലേ വരുന്നത്? ഓ, നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ ഓണം? അടിച്ചു പൊളിയ ഓണമല്ല. അതൊക്കെ ഞങ്ങളുടെ നാട്ടില് പ്രത്യേകിച്ച് എന്റെ വീട്ടില് പുതുമ നിറഞ്ഞതാ. എന്താന്നറിയോ? ഈ ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 കളിയാണ് പുലികളിയും അതേപോലെ വടംവലി. അല്ലെ? നിങ്ങളുടെയൊക്കെ നാട്ടിലെ പുലികളി എങ്ങനെ മോനെ? ഇതൊക്കെ പുലിയുടെ വേഷം കെട്ടി ഇറക്കുകയല്ലേ ചെയ്യാ? ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഒറിജിനൽ പുലി ഇറങ്ങിയിട്ടല്ലേ കളിക്കണേ. പിന്നുള്ളത് വടംവലിയാണ്. എനിക്കൊരു 5 സെന്റ് സ്ഥലം, ഒരു ചെറിയ വീടും ഉണ്ട്. അതിനുള്ള വടംവലി കോപ്പറേറ്റീവ് ബാങ്കും കാട്ടുമൃഗങ്ങളും കൂടാ മാതിരി വലിയ. ഇനി ബാങ്കുകാർ വലിച്ചും കൊണ്ട് പോവോ അതോ കാട്ടുമൃഗങ്ങൾ ഇടിച്ചിടുവോന്ന് അറിയില്ല. രണ്ടായാലും എനിക്ക് കിട്ടില്ല. പിന്നെ എനിക്ക് ആ വീട് പോകുന്നതിലൊരു ഭയങ്കര സങ്കടമുണ്ട്. എന്താണെന്നറിയോ? മഴക്കാലമായ യാതൊരു ചെലവില്ലാതെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഷവർ ബാത്ത് ചെയ്യാം. അതിനുള്ള സെറ്റപ്പാ. കാരണം പെയ്യുന്ന ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് പോകൂല. എന്നാൽ നിങ്ങൾ ആലോചിക്കും, ഓ ഇങ്ങനെയൊക്കെ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടായിട്ട് അധികൃതരൊന്നും ചെയ്യുന്നില്ലെന്നായിരിക്കും ഇപ്പം നിങ്ങളുടെ വിചാരം. അധികൃതർ ചെയ്യുന്നുണ്ട്. എങ്ങനാന്നറിയോ? ഗൾഫുകാരന് പെണ്ണാലോചിക്കണ മാതിരി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഒരാള് ഗൾഫിലേക്ക് പോയാ എന്താ ചെയ്യാ? ആദ്യം അവിടുത്തെ കടമൊക്കെ വീട്ടും. അത്യാവശ്യം നല്ലൊരു വീടുണ്ടാവും കേട്ടോ, അതൊക്കെ ഇടിച്ച് നിരത്തി കളയും. വലിയൊരു ബംഗ്ലാവ് കയറ്റും. കാരണം ദുബായ്ക്കാരന്റെ വീടാന്നറിയണ്ടേ. പെങ്ങന്മാരുണ്ട്, അവരെ എല്ലാരെയും കല്യാണം കഴിച്ചു വിട്ട് എന്തിനാ പറയുന്നത്, ചെറിയ കുട്ടികളുടെ വിദ്യാഭ്യാസം കൂടെ സെറ്റാക്കിയാലേ ആ മഹാഭാവത്തിന് പെണ്ണാലോചിക്കുള്ളൂ. അതും 1-2 മാസത്തെ ലീവിന് വരുമ്പോ.
ഓടി നടന്ന ഒരു പെണ്ണ് കാണല ഒന്നും ശരിയാവില്ല, ആ മഹാഭാവം കയറിപ്പോകും. പിന്നെ അതിനാലോചിക്കണം അടുത്ത ലീവിന് വരണം. ഇതിന്റെ ഇടയിൽ വീട്ടുകാർ അനങ്ങി കൊടുക്കൂല. എന്താണെന്നറിയോ? വരുമാനം എന്ന് പറഞ്ഞ മാതിരി കൃഷി നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ആളുകളെ കൊല്ലുകയോ ചെയ്യുകയാണെങ്കിൽ അധികൃതർ വന്നിട്ട് ക്യാമറയും വെക്കും, കൂടും വെക്കും, എല്ലാം വെക്കും. പിന്നെ അവർ വരണമെങ്കിൽ അടുത്ത എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവണം. കൃത്യമായിട്ടല്ല ഒരു പ്രതിരോധം അവിടെ ഇല്ല. ഞങ്ങളുടെ അവിടെ മലേരിയല്ലേ, ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അവർക്കൊക്കെ ഇതൊരു വലിയ വെല്ലുവിളിയാണ്, അറിയോ? പിന്നെ റബ്ബർ തോട്ടം കൂടുതലുള്ള ഒരു സ്ഥലം അവിടെ. അധികം ടാപ്പിങ്ങാരാ തൊഴിലാളികൾ. ഇവർ ഈ 3:30-4 മണിയാകുമ്പോഴാണ് പോണത്. വെളിച്ചമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇവർ ഈ മരത്തിന്റെ ചോട്ടിലേക്ക് പോയി നിൽക്കുമ്പോ ഇതിന്റെ ഇടയിലൊക്കെ ഉണ്ടാവും പുലിയും കടുവയും കാട്ടാനും ഒക്കെ. എനിക്കൊരു സംശയം എന്താണെന്നറിയോ? ഈ ടാപ്പിങ്ങാര് പോകുന്നതിന് പിന്നെ ഇവരെന്തിനാ അവിടെ പോയി? എന്താ ടോർച്ച് അടിച്ചു കൊടുക്കാനോ ആണോ? അല്ല, അതിന്റെ ആവശ്യമുണ്ടോ? ഇവര് ജീവനും കൊണ്ട് ഓടുന്ന വഴി കാണാം എവിടെങ്കിലും കാട്ടുപന്നികൾ റബ്ബർ കുത്തണേ. ടാപ്പിംഗ് ആണോ കുത്തി മറിച്ചിടാനാണോ എന്ന് എനിക്കറിയില്ല. അതാണ് അവസ്ഥ. അല്ല, നിങ്ങൾക്കൊക്കെ വീടൊക്കെ പണിത ആൾക്കാരില്ലേ? ഈ വീടൊക്കെ പണിയാൻ വേണ്ടിയിട്ട് മരങ്ങളും കല്ലും മണ്ണും തടിയൊക്കെ നിങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങണ്ടേ? ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല. ഒരാഴ്ച നിർത്താതെ മഴ പെയ്താൽ മതി, മുകളിലുള്ള കുന്നും മല എല്ലാം പാടി ഇട്ടിങ്ങിട്ട് ഒഴുകി വരുമല്ലേ. അതിൻ്റെ ഇടയിൽ കൂടെ മരങ്ങളുണ്ടാവും, വീടിൻ്റെ അവശിഷ്ടം ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. നമ്മൾ ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ എടുക്കാം. അതാണ് അവിടുത്തെ അവസ്ഥ. എന്നാൽ ഇങ്ങനെയൊക്കെ മണ്ണ് കിട്ടിയിട്ട് എൻ്റെ മാമൻ, അയ്യോ, മണ്ണിനോടുള്ള ആർത്തി പറയാതിരിക്കാൻ പറ്റില്ല. 3 ഏക്കർ സ്ഥലമുണ്ട് കേട്ടോ പുള്ളിക്ക്. എന്നാലും തൊട്ടടുത്ത് 3 സെന്റ് സ്ഥലമുള്ളവന്റെ പറമ്പിലേക്ക് അതിലെ കൊണ്ടുപോയിട്ട് തെങ്ങിന്റെ തൈ, മലമാവിന്റെ തൈ, പ്ലാവിന്റെ തൈ, അയക്ക് കിട്ടാൻ പറ്റുന്ന കംപ്ലീറ്റ് തൈ വെക്കും. എന്തിനാന്നറിയോ? ഇതങ്ങോട്ട് മുകളിലേക്ക് കിളുത്ത് വരുമ്പോ ആ സ്ഥലം കൂടെ ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യാലോ. ഈ തൈക്ക് വേര് പിടിക്കുമ്പോഴായിരിക്കും ആ മഹാഭാവം കാണുക. പുള്ളി അതെല്ലാം പറഞ്ഞു, അയ്യോ മാമന്റെ ആണല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വെക്കും. മാമൻ വീണ്ടും വെക്കും. എന്തിനാ പറയുന്നത്? ഇവരുടെ ഈ കലാപരിപാടിയില് ഡിപ്രഷൻ അടിച്ചിട്ട് ഈ തൈ ആത്മഹത്യ ചെയ്യും. അല്ലാതെ വേറൊരു നിവൃത്തിയില്ലല്ലോ. അപ്പൊ പിന്നെ നിങ്ങളൊരു പാട്ട് കേട്ടില്ലേ? ഞാനത് പറഞ്ഞുതരാം. എനിക്ക് പാടാൻ അറിയില്ല കേട്ടോ, ഒന്നും പറയരുത്. ആരോരുമില്ലാത്ത തെണ്ടി പക്ഷെ ഞാൻ 6 അടി മണ്ണിന്റെ ജന്മി. കേട്ടിട്ടുണ്ടോ? എന്റെ കുട്ടിയിലെ കേട്ടിട്ടുള്ളതാ. വെറുതെ ആട്ടോ, ആരോ നമ്മളെ പറഞ്ഞു പറ്റി. ഞങ്ങളൊന്നും അത് വിശ്വസിക്കരുത്. അത് പറയാനാണ് ഞാൻ വന്നത്. എന്നറിയോ, നമ്മള് ഈ മരിച്ചു പോകുന്നതില് 80% ആൾക്കാരും ദഹിപ്പിക്കുക ചെയ്യുക. ശരിയല്ലേ? ഒരുപടി ചാരം ഉണ്ടാവും, 2 എല്ലിന്റെ പൊട്ടും ഉണ്ടാവും, അല്ലേ? അത് ഗ്യാസിലാണ് നടത്തുന്നതെങ്കിലോ എല്ലിന്റെ പൊട്ടും കിട്ടില്ല, ചാരം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഏതെങ്കിലും പുഴ കൂടെ ഒഴുക്കി വിടും. ബാക്കി വരുന്ന 20% ആൾക്കാരെ മറവ് ചെയ്യുള്ളൂ, കുഴിയെടുത്തിട്ട്. അതോ ഇപ്പൊ ഫാഷനാ കുടുംബകല്ലറ ഉണ്ടാക്കണേ. ആ ബന്ധത്തിലും സ്വന്തത്തിലും പെട്ട മുഴുവൻ ആൾക്കാർ മരിച്ച ഈ കുഴി കൊണ്ടിടും. കൂട്ടിയിടിച്ചാൽ മിണ്ടാത്ത ആൾക്കാരുണ്ടാവും എൻ്റെ അകത്ത്. എന്നിട്ട് ഇവരെല്ലാരും കൂടെ ഈ കുഴിക്കകത്ത് കിടന്ന് കുടുംബകലക. എന്തിനാണെന്നറിയോ? ഈ 6 അടി മണ്ണിന് വേണ്ടിയിട്ട്. എന്നാൽ നമ്മൾ ഇതൊന്നും അറിയാതെ ആ കല്ലറയുടെ മുകളിൽ എഴുതി വെക്കും RIP, റെസ്റ്റ് ഇൻ പീസ്. നല്ല പീസല്ലേ അതിൻ്റെ അകത്ത്? എന്നാ നമ്മൾ ജീവിച്ചിരിക്കുമ്പോ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഒക്കെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ മോളെ? ഞങ്ങൾക്കൊന്നും പറ്റുന്നില്ല. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന എന്താ അവസ്ഥ അറിയോ മോളെ? അതിർത്തി കാക്കുന്ന പട്ടാളക്കാരൻ്റെ അവസ്ഥയാ. ആ വീട്ടിലെ കിടപ്പ് രോഗി മുതൽ സ്കൂളിൽ പോകുന്ന കുട്ടികളെ അടക്കം സുരക്ഷിതമായിട്ട് പരിപാലിക്കണം. എന്നാൽ അതിന് പറ്റിയ വല്ല അംഗീകാരം വല്ലതും ഉണ്ടോ? അതൊട്ടില്ലേനും. ആ വീട്ടിൽ പലർക്കും ഹൃദയം ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ അറ്റാക്ക് വരണം, എന്നാലേ വരുള്ളൂ. എന്നാൽ ഇതൊക്കെ പോട്ടെ, ഇതെല്ലാം കളഞ്ഞിട്ട് എവിടെങ്കിലും പോയിട്ട് കുറച്ച് സ്ഥലം വാങ്ങി നല്ലൊരു വീടൊക്കെ വെച്ച് താമസിക്കാമെന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ തുടങ്ങി. അല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ. ടിക്കറ്റ് എടുത്ത് എൻ്റെ പൊന്നു സേതമോളെ, എനിക്ക് ടിക്കറ്റ് തരുന്ന ചേട്ടാ എൻ്റെ പൈസക്ക് 1 ഏക്കർ സ്ഥലം വാങ്ങി. എന്നിട്ടും എനിക്കടിച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ചാലേ, പേടിച്ചാലും ഒളിക്കാൻ കാടുണ്ടോ? ഇല്ലല്ലോ. വരാനുള്ളത് വഴി തങ്ങില്ല അല്ലേ? എന്താ മിണ്ടാത്ത? അത് വണ്ടി വിളിച്ച് വരിക തന്നെ ചെയ്യും. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും പ്രകൃതിയെ സ്നേഹിച്ച് പ്രകൃതിയോടും മനുഷ്യരോടും കൂടി ഇങ്ങനെ ഇണങ്ങി ജീവിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ നാട്ടിലേക്ക് വരാം. അവിടെ വിറ്റാ പോകാത്ത കുറേ മണ്ണുണ്ട്, വീട്ടുകാർ ഉപേക്ഷിച്ച് പോയ കുറേ വീടുകളും ഉണ്ട്. നിങ്ങൾ ഈ വിനോദത്തിനൊക്കെ പോകുമ്പോൾ ഈ മരത്തിന്റെ മുകളിലൊക്കെ വീടുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് അതിശയല്ലേ? അവിടെ വന്നാൽ പിന്നെ മരത്തിന്റെ മുകളിലൊക്കെ ഈറുമാടം കെട്ടി താമസിക്കുക. ഇത് വിനോദമാണെങ്കിൽ അത് ജീവൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞേ പോവുള്ളൂ. എന്തൊക്കെയാണെങ്കിലും എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. ചില മനുഷ്യരെല്ലാവരും പറ്റി ഞാൻ പറയണില്ല കേട്ടോ. ചില മനുഷ്യർ കാട്ടിൽ എത്രയോ ഭേദാ കാട്ടുമൃഗങ്ങൾ. അവർ ഒറ്റയടിക്ക് കൊല്ലേ ഉള്ളൂ അല്ലേ? ഈ മനുഷ്യരെ പോലെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലില്ല. സത്യമല്ലേ? നന്ദി.
അമ്മ പറയൂ. ഒരു യാത്ര പോയ പോലെ ഒരു നാട്ടിലേക്കുള്ള എന്തൊക്കെയോ ഒരു ഹഗ് പോരെ. എന്റെ മോളെ എനിക്കാണ് ചക്കര ചേച്ചി എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്ലോറിൽ ആദ്യമായിട്ടായിരിക്കും കണ്ണ് നിറയുന്നോണ്ട് ചിരിക്കുന്നുണ്ട്. സത്യം. കാര്യം അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ അവരുടെ നാട്ടിൽ അവരനുഭവിക്കുന്ന വിഷമങ്ങളാണ്. ഇന്ന് നമ്മൾ ന്യൂസ് ഇട്ടാൽ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം സ്ഥിരം കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷെ അത് അമ്മ തമാശ രൂപേണ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ ദൈവസത്യത്തിൽ എനിക്ക് കൈയടിക്കണമെന്നുണ്ട്, ചിരിക്കണമെന്നുണ്ട്. പക്ഷേ എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. കാര്യം എൻ്റെ അച്ഛൻ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ്. അപ്പോൾ അച്ഛൻ ഡെയിലി രാവിലെ 3 മണിക്കൊക്കെയാണ്, ഇപ്പോഴും പോവും, 3 മണിക്കും പോവും. അപ്പോൾ ഈ 3 മണിക്ക് പോകുമ്പോൾ പലപ്പോഴും അച്ഛൻ വന്നിട്ട് പറയാറുണ്ട് കാട്ടുപന്നി വരുന്നതും അതുപോലെ പാമ്പിനെ കണ്ടിട്ടുള്ളതൊക്കെ. അത് നമ്മുടെ നാട്ടിലാണ്. അപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇതിൻ്റെ എന്ത് എക്സ്ട്രീം അവസ്ഥയായിരിക്കും ഇവർ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും എനിക്ക് ടെൻഷനാണ്. അച്ഛൻ വെളുപ്പാങ്കാലത്ത് പോയിട്ട് 11 മണിക്ക് തിരിച്ചു വരുന്നവരെ നമുക്കൊരു ടെൻഷനാണ്, വെളുപ്പിന് പോയിട്ട് വരണ്ടേ. അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ അവസ്ഥ സത്യം. അത് ചേച്ചിയായി ഈ പറഞ്ഞത് സീരിയസ് ഇഷ്യൂവും ചേച്ചി ഒരു ഹാസ്യവൽക്കരിച്ച് പറഞ്ഞതുകൊണ്ടാണ് നമുക്കതൊരു ഹാസ്യമായിട്ട് തോന്നിയെങ്കിലും ചേച്ചിയുടെ ആ ഒരു നിങ്ങളുടെ നാടിന്റെ ഒരു ആ പേടിയും ഭീതിയും ഇപ്പോഴും ഉണ്ട്. ചേച്ചി പറഞ്ഞ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇതായി. കല്യാണം കഴിച്ചൊരു വീട്ടിൽ ചെല്ലുമ്പോഴേ, അതായത് എല്ലാ ജോലികളും ചെയ്യേണ്ടി വരും. അവർക്കുള്ള ഹൃദയം ഉണ്ടോ എന്ന് അറിയത്തില്ലെന്ന്, ഒരു അറ്റാക്ക് ഒരുപാട് അറിയണം അവർക്ക് ഹൃദയം ഉണ്ടോ. അതൊക്കെ ചേച്ചി ഭയങ്കര ഒരുപാട് ടച്ച് ചെയ്ത് കേട്ടോ. ഇത് ചേച്ചീന്റെ സ്വന്തം സ്ക്രിപ്റ്റ് ആണോ? അതെ, ഞാൻ എഴുതിയത്. നമ്മുടെ അമ്മേനെ ഓർമ്മ വരും. ഞാൻ ലിറ്ററലി ചേച്ചി പറഞ്ഞ എല്ലാ പോയിന്റിലും എന്റെ മനസ്സിൽ എന്റെ അമ്മയായിരുന്നു. അമ്മയുടെ ഈ സ്റ്റാൻഡപ്പ് ഉറപ്പായിട്ടും ഇത്തവണത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരും വനം വകുപ്പ് മന്ത്രി എല്ലാവരും ഇത് കാണും. അതെ, അതായത് ഈ മറ്റേ ന്യൂസ് ചാനലിലൊക്കെ നമ്മളിത് പറയൂലേ, ഹാസ്യവൽക്കരിച്ച് സീരിയസ് ഇഷ്യൂ പറയൂലേ, അതേണത്തെ ഒരു അവതരണം വരുന്നത് കേട്ടോ. നല്ലൊരു കൈയടി കൊടുക്കാം അമ്മയ്ക്ക്, ഭയങ്കര. ഞാൻ കഴിഞ്ഞ ദിവസം അപ്പൊ അമ്മ എല്ലാ ദിവസവും പേടിക്കുക. ഞാൻ ഒരു ദിവസം ഈ തൃശ്ശൂർ അടുത്തൊരു ഡാമുണ്ട്, ആ ഡാമിലേക്ക് പോകുന്ന വഴി എത്തുമ്പോഴേക്കും ഫുൾ കാടാണ്. അപ്പൊ അവിടെ എത്തിയപ്പോൾ നല്ല പൊറോട്ട ഇറച്ചിയും കിട്ടുന്നുണ്ട്. നമ്മളൊരു കടയിൽ കയറി, ഏകദേശം 6:30 ആയിട്ടോ. എൻ്റെ അടുത്ത് ആ കടക്കാരൻ നമ്മളോട് 3 പേരോടും പറയാണ് വേഗം കഴിച്ചോ, കട അടയ്ക്കാറായി എന്ന് പറയാ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ കടുവ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്, അറ്റം എത്തി. അതോടുകൂടി പിന്നെ കാട് തുടങ്ങുകയാണ്. അപ്പൊ നമ്മളുടെ ഉള്ളിൽ പേടിയാ ആ ഒരു ദിവസം, ആ ഒരു വൈകുന്നേരം. അപ്പോഴാണ് 365 ദിവസവും പേടിച്ച് ജീവിക്കുന്ന ഇവരുടെ ഒരു അവസ്ഥ ഭീകരമാണ്. അത് ഒരു ദിവസം ഞങ്ങളുടെ അടുക്കളയുടെ ഇങ്ങനെ ഭാഗത്ത് ഒരു പ്ലാവുണ്ട്, അതിൽ താഴെയൊക്കെ ചക്കയുണ്ട്. അതിനോട് ചേർന്നുള്ള റൂമിലെ മകൻ കിടക്കണത്, ജനലൊക്കെ തുറന്നിട്ടാണ് കിടക്കണത്. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ആ ചക്കയും കാണാനില്ല. ഈ കയ്യാല പറയണത്, കയ്യാല ഇല്ല, കല്ലും കൊണ്ട് മതിലുണ്ടാക്കണം, അതെല്ലാം അടർന്നു പോയി. നോക്കുമ്പോൾ ആനയുടെ കാല്, ശരിക്കും പറയണ ജനലിൽ കൂടെ തുമ്പിക്കൈയിട്ടിരുന്ന എൻ്റെ കുട്ടി അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അമ്മ ആഗ്രഹിക്കുന്ന ഏറ്റവും അടിയന്തരമായിട്ട് ഒരു സഹായം വേണം എന്നുള്ള ഒരു കാര്യം എന്താണ്? താഴെ ആ മലയിൽ താഴെ എവിടെങ്കിലും ഒന്ന് കുറച്ച് സ്ഥലം വീട് വെക്കാനേ സ്വപ്നത്തിൽ മാത്രം. നടക്കും. അഖില് പറഞ്ഞ പോലെ ഇത് ശരിക്കും ഗവൺമെന്റ് കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ആ നാട്ടുകാർക്ക് ചെയ്യാൻ പറ്റും. ചർച്ച തുടങ്ങട്ടെ. ആദ്യമായിട്ടാണ് കോമഡി മാസ്റ്റേഴ്സിൽ നമ്മൾ ഇത്രയും സീരിയസ് ആയിട്ട് ഒരു അതാ ഞാൻ പറഞ്ഞ പലതും നമ്മള് എക്സ്പീരിയൻസിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പലരുടെയും ലൈഫിൽ സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മള് ഇതൊരു സ്ക്രിപ്റ്റ് അല്ല. അതായത് പണ്ട് കുഞ്ചൻ നമ്പ്യാരൊക്കെ അവതരിപ്പിക്കൂലേ, സീരിയസ് ഇഷ്യൂ തമാശയാക്കി പറഞ്ഞു. ചേച്ചി ഇത് കറക്റ്റ് ആ ഒരു മീറ്റർ പരിപാടിയായിരുന്നു. ഒരുപാട് നന്നായിട്ട് തന്നെയായിരുന്നു എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തെങ്കിലും ഞങ്ങൾക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇനിയും വരണം, എല്ലാവരുടെ ഒക്കെ ഞങ്ങളുടെ അന്വേഷണം പറയണം. പിന്നെ ഇടയ്ക്ക് സഞ്ചരിക്കുന്നവരോടത്തും പറഞ്ഞേക്കൊരു ഹൈ. ഓക്കെ, എന്തായാലും വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഞങ്ങളുടെ അമ്മയായിട്ട് ഇനി അങ്ങോട്ടേക്ക് റാണിയായിട്ട് കേട്ടോ. ഹാപ്പി ആയില്ലേ?